അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബാ മുത്തുനബി അവിടെന്ന് പറയുന്ന അർബഅം മിൻ സയ്യിദത്തിൻ നിസാഇ അഖിലൽ ജന്ന സ്വർഗ്ഗത്തിൽ പെണ്ണുങ്ങൾക്ക് 4 നേതാക്കന്മാരാണുള്ളത്. പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ 4 നേതാക്കന്മാരാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് ആരാണ് നബിയേ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ വരിയിൽ നിൽക്കുന്ന 4 പെണ്ണുങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് അവിടെന്ന് ചോദിക്കുമ്പോ മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന പെങ്ങളെ നാളെ സ്വർഗ്ഗത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന 4 പെണ്ണുങ്ങൾ ആരാണ്? അതിലെ ഒന്നാമത്തെ പെണ്ണാരെന്നറിയുമോ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ മഹ്ദി ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ്. പടച്ചവനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, അതാ പടച്ചവൻ എന്നും അവനെ എടുത്ത് കടത്തിയിരിക്കുന്നത് നമ്മൾക്ക് കാണുന്നതിന് വേണ്ടിയാ, പലർക്കും പഠിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയമുണ്ടല്ലോ, ആരാ ആസിയ? സാധാരണ ഒരു പെണ്ണല്ല ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ പ്രപഞ്ചത്തോട് യാത്ര പറയുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ചോദിച്ചതെന്താ? ബൈതും ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഒരു കൊട്ടാരം എനിക്ക് തരണേ പടച്ചവനെ എന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം എനിക്ക് തരണേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മഹദിയാണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്. മുത്തുനബി നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പെണ്ണാണ് ആസിയ. ആസിയാണ് നാളെ സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരിൽ ഒന്നാമത്തെ പെണ്ണ്. രണ്ടാമതായിട്ട് മുത്തുനബി പറഞ്ഞു സ്വഹാബാ രണ്ടാമത്തെ പെണ്ണാരെന്നറിയുമോ? ഇമ്രാന്റെ മകളായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ആ മറിയം നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാണ് മറിയം എന്നറിയുമോ? ആ മറിയമിന്റെ മഹത്വം അറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മറിയം എന്നാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഐസാ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഖദീജ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഫാത്തിമ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല. പക്ഷേ ഫാത്തിമ അല്ലാഹുവേ അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ തന്നെ ഖുർആനിൽ അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ ഭാര്യയാണ് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ നേതാവ്, പെണ്ണുങ്ങളുടെ നേതാവ് മറിയം ബീവിയാണ്. മൂന്നാമത്തെ നേതാവ് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി ഉണ്ടല്ലോ, ഖുബൈലിന്റെ മകളായ ഖദീജ ഉണ്ടല്ലോ, ആ ഖദീജ നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ നാലാമത്തെ പെണ്ണാരെന്നറിയോ? നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ നേതാവാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള്, കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് വേണം എന്റെയും നിങ്ങളുടെയും ഭാര്യയും ഉമ്മയും പെങ്ങന്മാരും മക്കളുമല്ല നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകേണ്ടതെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ